Determine the number of 5 card combinations out of a deck of 52 cards if there is exactly one ace in each combination. നമുക്ക് 52 കാർഡിനകത്തുനിന്ന് 5 കാർഡുകളുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കണം. ഈ 5 കാർഡുകളുടെ കോമ്പിനേഷനകത്ത് കൃത്യമായിട്ടും ഒരു കാർഡ് എയ്സ് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ബാക്കി 4 കാർഡുകൾ എയ്സ് അല്ലാത്ത കാർഡുകളായിരിക്കണം. അപ്പം അങ്ങനെയെങ്കിൽ ഒരു എയ്സ് കാർഡിനെ നമുക്ക് എത്ര രീതിയിൽ ചൂസ് ചെയ്യാനായിട്ട് പറ്റും? നമുക്കറിയാം 52 കാർഡിനകത്ത് 4 കാർഡുകൾ എയ്സ് കാർഡുകളും 48 കാർഡുകൾ നോൺ എയ്സ് കാർഡുകളുമാണ്. അപ്പം അങ്ങനെയെങ്കിൽ 4 എയ്സ് കാർഡിൽ നിന്ന് ഒരു എയ്സ് കാർഡ് ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ എയ്സ് അല്ലാത്ത 48 കാർഡുകളിൽ നിന്നും ബാക്കി വേണ്ട 4 കാർഡുകളെയും ചൂസ് ചെയ്യണം. ഈ രീതിയിലാണ് നമ്മളോട് ചൂസ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് 4 കാർഡിൽ നിന്ന് ഒരു എയ്സ് കാർഡ് ചൂസ് ചെയ്യാനായിട്ട് 4C1 വേസ് ഉണ്ട് ഇൻറ്റു 48 എയ്സ് അല്ലാത്ത കാർഡുകളിൽ നിന്നും 4 കാർഡ് ചൂസ് ചെയ്യാനായിട്ട് 48C4 വേസ് ഉണ്ട്. ഇതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ 4C1 4 ആണ്. 48C4 കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാല്യൂ കാണാം 194,580. അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 778320. രണ്ടാമത്തെ ചോദ്യം, ഇഫ് NC4 ഈക്വൽ ടു NC6 NC8 ഇക്വൽ ടു ഡാഷ്. നമുക്ക് തന്നിരിക്കുന്നു NC4 ഇക്വൽ ടു NC6 എന്ന്. നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഇഫ് NCA ഈക്വൽ ടു NCB അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് A+B ആണെന്നുള്ള ഫോർമുല. ആ ഫോർമുല വഴി നമുക്ക് ഇവിടെ നിന്ന് എയുടെ സ്ഥാനത്ത് 4 ആണെന്നും ബിയുടെ സ്ഥാനത്ത് 6 ആണെന്നും മനസ്സിലാക്കാം. അപ്പം അങ്ങനെയെങ്കിൽ n എന്ന് പറയുന്നത് 4 + 6 അതായത് n = 10 എന്ന് കിട്ടും. ചോദ്യത്തിൽ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് NC8ന്റെ വാല്യൂ ആണ്. അപ്പോൾ n 10 ആണെങ്കിൽ 10C8ന്റെ വാല്യൂ ആണ് നമ്മൾ കാണേണ്ടത്. 10C8ന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്ററിൽ നിന്ന് കണ്ടുപിടിക്കാം. നമുക്ക് കിട്ടുന്ന വാല്യൂ 45 എന്നാണ്.